रघुनंदन रघुरघुनंदन रघुवर सेवन रघुपति छायन शतयोजन शतशतयोजन शरधि नियोजन शर परिलंघन. തുടർന്ന് ഋഷ്യമുഖാചലത്തിൽ വെച്ച് രാമൻ ഹനുമാനെ കാണും. ഹനുമാൻ ഒരു ബ്രാഹ്മണകുമാരന്റെ വേഷത്തിൽ അവരുടെ മുന്നിലെത്തി. അല്ലയോ തേജസ്വികളെ, നിങ്ങൾ ആരാണ്? ഈ വനത്തിൽ എന്തു ചെയ്യുന്നു? രാമനും ലക്ഷ്മണനും തങ്ങളുടെ കഥ പറഞ്ഞു. രാമൻ എന്ന പേര് കേട്ടെങ്കിൽ ഹനുമാന് മനസ്സിലായി താൻ ഇത്രയും കാലം കാത്തിരുന്ന തന്റെ സ്വാമി മുന്നിൽ നിൽക്കുകയാണെന്ന്. ഹനുമാൻ രാമന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആ നിമിഷം ഒരു ദാസനും സ്വാമിയും തമ്മിലുള്ള, ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം അവിടെ തുടങ്ങുകയായിരുന്നു. ഹനുമാൻ രാമനെ സുഗ്രീവനിലേക്ക് നയിക്കുന്നു. ഭാര്യയെ തട്ടിയെടുത്ത തന്റെ സഹോദരൻ ഭാര്യയെ വധിക്കാൻ രാമൻ സുഗ്രീവനെ സഹായിക്കുന്നു. പ്രത്യുപകാരമായി സുഗ്രീവൻ വാനരസേനയെ സീതയെ തിരയാൻ നിയോഗിക്കുന്നു. രാമനും സുഗ്രീവനും അഗ്നിയെ സാക്ഷിയാക്കി മിത്രങ്ങളാണ്. അങ്ങനെ രാമന്റെ സഹായത്തോടെ സുഗ്രീവനും ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. രാമൻ ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ഒരൊറ്റ അസ്ത്രം കൊണ്ട് ബാലിയുടെ നെഞ്ചിട്ടു. ബാലി പ്രാണി വിട്ടു. സീതാവിവരം തേടി തെക്കോട്ട് പോയ വാനരസംഘത്തിന് ജടായുവിന്റെ സഹോദരനായ സമ്പാദി ലങ്കയെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നു. പക്ഷേ അടുത്ത പ്രശ്നം വന്നു. ആരാണ് 100 യോജന ദൂരെയുള്ള ഈ സമുദ്രം ചാടിക്കിടക്കുക? പക്ഷേ ആർക്കും 100 യോജന കടക്കാൻ കഴിയുമായിരുന്നില്ല. ഒടുവിലാണ് ജാമ്പവാൻ ഹനുമാനോട് അദ്ദേഹത്തിന്റെ മറന്നുപോയ കഴിവുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ഹനുമാൻ തന്റെ ശക്തികളെ കുറിച്ച് മറന്ന് ശാന്തനായി ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. ഒരു ശാപം കാരണമായിരുന്നു ഋഷിമാർ അദ്ദേഹത്തെ ശപിച്ച്, നിന്റെ ശക്തികളെ കുറിച്ച് നീ മറന്നു പോകട്ടെ, മറ്റൊരാൾ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ നിനക്ക് ആ ശക്തികൾ തിരികെ ലഭിക്കൂ. ജാമ്പവാൻ ആ ശാപത്തെ കുറിച്ച് ഓർത്തു. അദ്ദേഹം ഹനുമാന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പുകഴ്ത്താൻ തുടങ്ങി. അല്ലയോ പവനപുത്ര, നീ എന്തിനിങ്ങനെ മൗനമായിരിക്കുന്നു? നീ വായുദേവന്റെ പുത്രനാണ്, രുദ്രന്റെ അവതാരമാണ്. നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ശക്തികളെ കുറിച്ച് നീ ഓർക്കുക. ഈ സമുദ്രം ചാടി കടക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ജാമ്പവാന്റെ വാക്കുകൾ കേട്ടത് ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ശക്തികൾ ഉണർന്നു. रघुनंदन रघुरघुनंदन रघुवर सेवन रघुपति छायन शतयोजन शतशतयोजन शरधि नियोजन शर परिलंघन. ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തുന്നു. ലങ്കയുടെ കാവൽക്കാരിയായ ലങ്കിണി ഹനുമാൻ തന്റെ ഇടതു കൈ കൊണ്ട് ഒരൊറ്റ ഇടിക്ക് അവളെ നിലത്ത് വീഴ്ത്തി. ശോകത്തിന്റെ താഴെ സീത കാത്തിരിക്കുന്നല്ലോ ദൂരെ. ശോകത്തിന്റെ താഴെ സീത കാത്തിരിക്കുന്നല്ലോ ദൂരെ. എന്നു വരും എന്റെ രാമൻ, അവനീരേഴു ലോകത്തിൻ നാഥൻ. എന്നു വരും എന്റെ രാമൻ, അവനീരേഴു ലോക. ഹനുമാൻ സീതയെ കണ്ടെത്തുന്നു. ഹനുമാൻ രാമൻ തന്ന അടയാള മോതിരം സീതയ്ക്ക് നൽകി. ആ മോതിരം കണ്ടപ്പോൾ സീതയുടെ എല്ലാ സംശയങ്ങളും മാറി. അവർ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഹനുമാന് തന്റെ തലയിൽ ചൂടിയിരുന്ന ചൂടാമണി എന്ന ദിവ്യമായ രക്തം അടയാളമായി രാമന് നൽകാൻ കൊടുത്തു. അവിടെ വെച്ച് രാവണന്റെ പുത്രനായ മേഘനാഥൻ തന്റെ അസാമാന്യ വീര്യം പ്രകടിപ്പിച്ചു. ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തിയ ഇന്ദ്രജിത്ത് എന്ന മേഘനാഥൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാണ് ഹനുമാനെ ബന്ധനസ്ഥനാക്കിയത്. അദ്ദേഹത്തെ കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി രാവണന്റെ സഭയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. രാവണ സഭയിൽ ഹനുമാൻ ഒരു ഭയവുമില്ലാതെ നിന്നു. രാവണൻ അഹങ്കാരത്തോടെ ചോദിച്ചു, ആരാടാ നീ? എന്തിനിവിടെ വന്നു? ഹനുമാൻ നിർഭയനായി മറുപടി പറഞ്ഞു, ഞാൻ കോസല രാജ്യത്തിന്റെ അധിപനായ സർവ്വലോകത്തിന്റെയും നാഥനായ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്. വാനരരാജാവായ സുഗ്രീവന്റെ മന്ത്രിയാണ്. ഹനുമാൻ എന്നാണ് എന്റെ പേര്. ഞാൻ വന്നത് എന്റെ അമ്മയായ സീതാദേവിയെ കാണാനാണ്. രാവണ, നീ ചെയ്തത് വലിയ അധർമ്മമാണ്. ഇപ്പോഴും സമയമുണ്ട്. സീതാദേവിയെ ബഹുമാനപൂർവ്വം രാമന് തിരികെ നൽകുക, മാപ്പ് ചോദിക്കുക. അല്ലെങ്കിൽ രാമബാണങ്ങളേറ്റ് നിന്റെ ഈ ലങ്ക ഭസ്മമായി പോകും. ഹനുമാന്റെ ധൈര്യം കണ്ടപ്പോൾ രാവണന് കോപം അടക്കാനായില്ല. അവൻ ഹനുമാനെ കൊല്ലാൻ ആജ്ഞാപിച്ചു. രാവണന്റെ അനുജനായ വിഭീഷണൻ, ആ ധർമ്മിഷ്ഠനായ രാക്ഷസൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ജ്യേഷ്ഠ, അത് ചെയ്യരുത്. ഒരു ദൂതനെ കൊല്ലുന്നത് രാജധർമ്മത്തിനെതിരാണ്.
വേണമെങ്കിൽ അദ്ദേഹത്തെ അംഗഭംഗം വരുത്തി അപമാനിച്ച് തിരിച്ചയക്കാം. രാവണന് അത് ശരിയാണെന്ന് തോന്നി. രാക്ഷസന്മാർ തുണികൾ ചുറ്റി എണ്ണയൊഴിച്ച് ഹനുമാന്റെ വാലിന് തീ കൊളുത്തി. ഹനുമാൻ ഒന്നും മിണ്ടാതെ നിന്നു. തുടർന്ന് ഹനുമാൻ ലങ്ക ദഹിപ്പിക്കുന്നു. ലങ്കാദഹനം കഴിഞ്ഞ ഹനുമാൻ സമുദ്രത്തിൽ ചാടി വാലിലെ തീ അണച്ച് സീത സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ജയ് സീതാറാം എന്ന് ഗർജിച്ചുകൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് കുതിച്ച് കിഷ്കിന്ധയിലേക്ക് രാമന്റെ അടുത്തേക്ക് കുതിച്ചു. ഹനുമാൻ രാമന്റെ കാൽക്കൽ വീണു. പ്രഭു, ഞാൻ അമ്മയെ കണ്ടു. അമ്മ സുരക്ഷിതയാണ്. സീത നൽകിയ ചൂടാമണി രാമന് കൈമാറി. ഹനുമാൻ, നീ ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുക? ഈ നിമിഷം എന്റെ ഈ ആലിംഗനമല്ലാതെ മറ്റൊന്നും തരാൻ എനിക്ക് കയ്യിലില്ല. രാമൻ ഹനുമാനെ ഗാഢമായി ആലിംഗനം ചെയ്തു. അത് അടുത്ത നിമിഷം രാമൻ ഗർജിച്ചു, നമ്മൾ ലങ്കയിലേക്ക് പോകുന്നു. രാമൻ സേതുബന്ധനം നടത്തി ലങ്കയിലെത്തുന്നു. നീതിമാനായ വിഭീഷണൻ രാമപക്ഷത്ത് ചേരുന്നു. ഘോരമായ യുദ്ധം നടക്കുന്നു. ആ മഹായുദ്ധം ആരംഭിച്ചു. രാവണന്റെ പ്രിയപുത്രൻ മേഘനാഥൻ തന്റെ മായായുദ്ധമുറകളാൽ വാനരസേനയെ വിറപ്പിച്ചു. ഈ യുദ്ധത്തിനിടയിൽ മേഘനാഥന്റെ ശക്തമായ ആയുധമേറ്റ് ലക്ഷ്മണൻ അബോധാവസ്ഥയിലായി. ലക്ഷ്മണനെ രക്ഷിക്കാൻ ഔഷധങ്ങളുമായി വരാൻ ഹനുമാൻ നിയോഗിക്കപ്പെട്ടു. എന്നാൽ ഔഷധം തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ ഹനുമാൻ മൃതസഞ്ജീവനി അടങ്ങുന്ന ആ വലിയ മരുത്വാപർവ്വതം തന്നെ കൈകളിലേന്തി ആകാശത്തിലൂടെ പറന്നു. ആ ഔഷധത്തിന്റെ മണം ഏറ്റതോടെ ലക്ഷ്മണനും വാനരവീരന്മാരും പുനർജീവൻ പ്രാപിച്ചു. ഒടുവിൽ ലക്ഷ്മണൻ ഘോര യുദ്ധത്തിലൂടെ മേഘനാഥനെ വധിച്ചു. ഒടുവിൽ രാവണനും രാമനും തമ്മിലുള്ള അന്തിമ യുദ്ധം ആരംഭിച്ചു. യുദ്ധക്കളത്തിൽ തളർന്നു നിൽക്കുന്ന രാമനെ കണ്ട് അഗസ്ത്യമുനി പ്രത്യക്ഷനായി. ശത്രുവിനെ ജയിക്കാനായി അദ്ദേഹം രാമന് ഏറ്റവും ശക്തമായ ആദിത്യ ഹൃദയം എന്ന മന്ത്രം ഉപദേശിച്ചു നൽകി. സർവപാപങ്ങളും നശിപ്പിക്കുന്ന ആ സ്തോത്രം ജപിച്ച് ആദിത്യദേവനെ പ്രാർത്ഥിച്ചതോടെ രാമന് അമിതമായ കരുത്ത് കൈവന്നു. അഗസ്ത്യമുനി ഉപദേശിച്ച ആദിത്യമന്ത്രത്തിന്റെ കരുത്തിൽ രാമന്റെ അമ്പേറ്റ് രാവണൻ വീണു. केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिं गिरिधरं माधवं गोपिकावल्लभं जानकीनायकं रामचन्द्रं भजे. हरे राम राम